അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയയ്ക്കും തൃപ്പൂണിത്തുറ SI രേഷ്മയ്ക്കുമെതിരെ നടി അൻസിബ ഹസൻ നൽകിയ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി മുഖ്യമന്ത്രി. തുടർ നടപടികൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നടപടി അൻസിബയെ അറിയിച്ചിട്ടുമുണ്ട്. ലിഡിയ ജേക്കബ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ലിഡിയ, മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസമാണ് അൻസിബ പരാതി കൈമാറിയത്. അതിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയാണ്. ഈ അമ്മയിലെ ഈ പൊട്ടിത്തെറി അത് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് കടന്ന ഒരു വലിയ അന്വേഷണത്തിലേക്ക് നീങ്ങുന്ന രീതിയിലേക്ക് മാറുകയാണല്ലോ. തീർച്ചയായും അൻസിബയുടെ പരാതി ഇപ്പോൾ മുഖ്യമന്ത്രി DGPക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് അൻസിബയെ ഇമെയിൽ മുഖേന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ലക്ഷ്മി പ്രിയയ്ക്കും തൃപ്പൂണിത്തുറയിലെ വനിതാ സെല്ലിലെ SI രേഷ്മയ്ക്കുമെതിരെ ആണ് അൻസിബ ഇത്തരത്തിൽ പരാതി നൽകിയത്. ഈ ലക്ഷ്മി പ്രിയയുടെ പരാതിയിൽ അൻസിബയെ വിളിച്ചു വരുത്തുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലാക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് അൻസിബ പരാതി നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മണിക്കൂറുകളോളം ലക്ഷ്മി പ്രിയയും ഒപ്പം വനിതാ SIയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം അവിടെ ഇരുത്തുകയും തുടർന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലാക്കുകയും പ്രത്യേകിച്ച് ലക്ഷ്മി പ്രിയ വളരെ മോശമായി പെരുമാറുകയും ചെയ്തു എന്നതൊക്കെ പരാതിയിലുണ്ട്. മോശം വാക്കുകൾ ഉപയോഗിക്കുകയും വലിയ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തു എന്നതൊക്കെയാണ് പരാതിയിലുള്ളത്. എന്തായാലും അതിലാണ് അൻസിബ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. അതിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGPക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അൻസിബയെ നിയമം ഇമെയിൽ മുഖേന അറിയിക്കുകയും ചെയ്തു. എന്തായാലും ആ നിയമ നടപടി അത് തുടരുകയാണ്. പ്രത്യേകിച്ച് അമ്മയിൽ ആദ്യം ഈ ഒരു പരാതിയുമായി അൻസിബ അമ്മയെ സമീപിച്ചിരുന്നു. പക്ഷേ ഇത് അമ്മയിൽ എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അമ്മയിൽ നിന്ന് ലഭിച്ച മറുപടി. പ്രത്യേകിച്ച് ഇതൊരു പേഴ്സണൽ ഇഷ്യൂ കൂടിയാണ് എന്നുള്ളതാണ് അമ്മ പ്രസിഡന്റ് അടക്കം അൻസിബയോട് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അതിൽ വലിയ മാനസിക വിഷമം അൻസിബയ്ക്കുണ്ടായി എന്നും അൻസിബ പ്രതികരിച്ചിരുന്നു. അമ്മയിൽ തീർക്കാതെ ഇരുന്ന സാഹചര്യത്തിൽ മറ്റ് പരാതികൾ കൂടി ടിനി ടോമിനെതിരെയുള്ള പരാതികൾ ആരോപണങ്ങൾ കൂടി വന്ന സാഹചര്യത്തിലാണ് അൻസിബ ഈ ഒരു വിഷയം അത് മുഖ്യമന്ത്രിക്കും ഒപ്പം DGPയുടെയും ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് വിചാരിക്കുകയും തുടർന്ന് ഇത്തരത്തിൽ പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി തുടർ നടപടികൾ എടുക്കണമെന്ന് DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.